ചാമ്പ്യൻസ് ലീഗ് ആദ്യ പാദ ക്വാർട്ടർ ഫൈനലിൽ സ്വന്തം മൈതാനമായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ 15 തവണ ജേതാക്കളായ റയൽ മാഡ്രിഡിനെ എതിരില്ലാതെ 3 ഗോളുകൾക്ക് തകർത്തു ആഴ്സണൽ. അവിശ്വസനീയമായ ആ രാത്രിയിൽ റയലിന് ആഴ്സണലിന് മുന്നിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനായില്ല. ആദ്യ പകുതിയിൽ നന്നായി തുടങ്ങിയ ആഴ്സണലിന്റെ ആദ്യ ഗോൾ ശ്രമങ്ങൾ റയൽ ഗോൾ കീപ്പർ കോർട്ടിയോ തട്ടിമാറി. ആദ്യം തോമസ് പാർട്ടിയുടെ ഷോട്ട് രക്ഷിച്ച താരം പിന്നീട് ഇരട്ട സേവിലൂടെ റൈസിന്റെ ഹെഡും മാർട്ടിനെല്ലിയുടെ ഷോട്ടും തകർത്തു. ഗബ്രിയേൽ പരിക്കേറ്റു പുറത്തു പോയതിനാൽ ഇറങ്ങിയ കിവിയോറിനെ മറികടന്ന എംബാപ്പയുടെ ഒരു ശ്രമം അതിനിടയിൽ ആഴ്സണൽ ഗോൾ കീപ്പർ ഡേവിഡ് റയയും രക്ഷിച്ചു. ഉഗ്ര ഫോമിലുള്ള കോർട്ടിയോ ആഴ്സണലിന് മുൻപിൽ മതിൽ ആയപ്പോൾ ആ മതിൽ തകർക്കാൻ അവിശ്വസനീയം എന്ന് മാത്രം വിളിക്കാവുന്ന പ്രകടനമാണ് പിന്നീട് ഡക്ലൻ റൈസിൽ നിന്ന് കണ്ടത്. സാഗയെ വീഴ്ത്തിയതിന് ലഭിച്ച ഫ്രീ കിക്ക് റൈസ് 58ാമത്തെ മിനിറ്റിൽ റയൽ ടീം മതിലിനെ മറികടന്ന് വളച്ചടിച്ചു വലയിൽ കയറ്റുമ്പോൾ റയൽ ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനായില്ല. തുടർന്ന് അവിസ്മരണീയമായ ഗോൾ കീപ്പർ മികവാണ് കോർട്ടിയോ നടത്തിയത്. കെല്ലിയുടെ മികച്ച കളിയിൽ നിന്ന് ലഭിച്ച അവസരത്തിൽ മാർട്ടിനെല്ലിയുടെ ഷോട്ട് തടഞ്ഞ റയൽ ഗോൾ കീപ്പർ മെറീനോയുടെ ഗോൾ എന്നുറപ്പിച്ച റീബൗണ്ടും തടഞ്ഞു. അതിനു മുൻപ് മെറീനോയുടെ ശ്രമം ഗോൾ ലൈനിൽ നിന്ന് ഡേവിഡ് അലാബയും രക്ഷിച്ചിരുന്നു. 70ാമത്തെ മിനിറ്റിൽ ഒരിക്കൽ കൂടി സാഗയെ വീഴ്ത്തിയതിന് ലഭിച്ച ഫ്രീ കിക്ക് ആദ്യത്തേതിലും മികവിലും ഭംഗിയിലും റൈസ് വലയിൽ എത്തിച്ചപ്പോൾ കാണികൾക്കൊപ്പം ആഴ്സണൽ താരങ്ങളും തലയിൽ കൈവച്ചുപോയി. അത്രമേൽ ഭംഗിയുള്ള സുന്ദര ഫ്രീ കിക്ക് ആയിരുന്നു ഇംഗ്ലീഷ് താരത്തിൽ നിന്ന് ഉണ്ടായത്. 5 മിനിറ്റിനുള്ളിൽ മികച്ച ടീം നീക്കത്തിന് ഒടുവിൽ കെല്ലിയുടെ പാസിൽ നിന്ന് മികച്ച ഷോട്ടിലൂടെ ഗോൾ കണ്ടെത്തിയ ആഴ്സണലിന്റെ മേക്ക് ഷിഫ്റ്റ് സ്ട്രൈക്കർ മിഖേൽ മെറീനോ ആഴ്സണൽ ജയം പൂർത്തിയാക്കി. തുടർന്നും കോർട്ടിയോയുടെ മികവാണ് റയലിനെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. അപ്പുറത്ത് പരിക്ക് കാരണം ഗബ്രിയേൽ ഇല്ലാത്ത ആഴ്സണൽ പ്രതിരോധത്തെ വലിയ നിരക്ക് പരീക്ഷിക്കാൻ എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ സഖ്യത്തിന് ആയില്ല. ആഴ്സണൽ ആരാധകർക്ക് എന്നും ആഘോഷിക്കാവുന്ന ജയമായി 19 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ റയൽ മാഡ്രിഡ് മത്സരം. 17 നടക്കുന്ന 2ാം പാദത്തിൽ തിരിച്ചുവരാനാവും മാഡ്രിഡിന്റെ അടുത്ത ശ്രമം.